സീക്രട്ട് ടു സക്സസ് പാർട്ട് 2, വിജയത്തിൻ്റെ രഹസ്യം. കഴിഞ്ഞ ദിവസം മൂലക്കല്ലാവുന്ന ക്രിസ്തുവിൽ നമ്മളെ പണിയണമെന്നും നമ്മളെ അനാഥരല്ലെന്നും പുത്രത്വത്തിൻ്റെ അവകാശം തന്നിരിക്കുന്നുള്ള ഉറപ്പ്, ആ മൂലക്കല്ല് ഉറപ്പായിട്ട് വെച്ച് കഴിഞ്ഞു. അപ്പം ഇന്ന് രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത്, പല പോയിൻറ്റ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സിൽ നിന്ന് മാറരുത്. കൺസിസ്റ്റൻസി, സക്സസിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഈസ് കൺസിസ്റ്റൻസി. അതായത് എനിക്കൊരു സ്ഥിരതയുള്ളവർ, അതാണല്ലോ ഈ 51 പറയുന്നുണ്ട്, ദൈവമേ എനിക്ക് സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ തരണമെന്ന്. അത് പഴയ നിയമമാണ്. അവിടെ പോലും ദാവീദ് ചഞ്ചലിച്ചു. അതുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവമേ സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ. നമുക്കതൊന്ന് വായിക്കാം. ദൈവം തമ്പുരാൻ ഓരോന്നും ആത്മാവിലിങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തോട് നമുക്ക് മൽപ്പിടിക്കാനൊക്കത്തില്ല. അത് സത്യമാണ്, നിൻ്റെ ഹൃദയം, എൻ്റെ അന്തരാത്മാവ് എന്നോട് പറയും. അപ്പോൾ അതുകൊണ്ടാണ് 51 സങ്കീർത്തനം 51:10, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പോൾ സ്ഥിരതയുള്ള ഒരാത്മാവ് നഷ്ടപ്പെട്ടിട്ടല്ലേ അങ്ങനെ കരഞ്ഞ് പറഞ്ഞ്. അപ്പോൾ നമുക്ക് എത്ര സ്ഥിരതയുണ്ടെന്ന് പറഞ്ഞാലും, ദാവീദാണെങ്കിൽ പാട്ടുമൊക്കെ പാടി കർത്താവിന് വേണ്ടി സംഗീതം രചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇടയനെ പോലെ ദൈവശബ്ദം കേൾക്കുന്നവനാണ്. എന്നിട്ട് പോലും തെറ്റിപ്പോയി. അത് തെറ്റിപ്പോയപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം എനിക്ക് സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ തരണം. അപ്പോൾ നമ്മൾ എന്തുമാത്രം ദൈവത്തോട്, എന്നാൽ ഒരു ഗുണം ഞാൻ നോട്ട് ചെയ്യുന്നത്, കർത്താവ് എനിക്കൊരു സ്ഥിരതയുള്ള ഒരു ആത്മാവ് വേണമെന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ, ചോദിക്കുന്ന, അതായത് നിങ്ങളുടെ വായിൽ നിന്നൊരു വചനം വരുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം തന്നു കഴിഞ്ഞിരിക്കുന്നു. അത്ര അടുപ്പമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ കാണേണ്ടത്. നൂരെ നിൽക്കുന്ന ഒരു ദൈവത്തെ കണ്ടിട്ട് എന്ത് പ്രയോജനം? അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് എന്താ ഗുണം? എൻ്റെ കൂടെ വസിക്കുകയാണ്. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ ആത്മാവാകുമ്പോൾ എനിക്ക് എല്ലായിടത്തും വരാനൊക്കും. വ്യക്തിയാകുമ്പോൾ എനിക്ക് എല്ലായിടത്തും പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു, എൻ്റെ ആത്മാവിനെ പിതാവിനോട് ചോദിച്ചിട്ട് തരും. അപ്പോൾ ആ പരിശുദ്ധാത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെന്നുള്ള, ഞാൻ എത്രമാത്രം ഈ പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുക്കുന്നോ അല്ലെങ്കിൽ മാനിക്കുന്നോ വില കൊടുക്കുന്നോ അതനുസരിച്ചിരിക്കും എൻ്റെ പുത്രത്വത്തിൻ്റെ വിളക്കം. അത് തിളങ്ങുകയാണ്. നമ്മളിങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും. ദൈവം നമ്മളിൽ ഇങ്ങനെ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ E.W. കെന്നി എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട്, ഡെയിലി ഡിസിപ്ലിൻഡ് ആക്ഷൻസ്, അതായത് അച്ചടക്കമല്ല, ചിട്ടയുള്ള പ്രവർത്തനം ട്രാൻസ്ഫോംസ് അവർ ലൈഫ്. നമ്മളെ ഈ ചിട്ടയുള്ള ഒരു ജീവിതമാണ്, അത് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും. യുവർ ഐഡൻറ്റിറ്റി ആൻഡ് അൾട്ടിമേറ്റ്ലി യുവർ ലെഗസി, കൺസിസ്റ്റൻസി ഷേപ്സ് യുവർ ക്യാരക്ടർ, ബിൽഡ്സ് അൺഷേക്കബിൾ കോൺഫിഡൻസ്, ക്രിയേറ്റ്സ് മൊമെൻറ്റം ആൻഡ് പൊസിഷൻസ് യു ഫോർ ലോങ് ടേം സക്സസ്. വളരെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് എൻ്റെ വ്യക്തിത്വം എനിക്ക് ഉറപ്പ് വരുന്നത് ഡെയിലി ഡിസിപ്ലിനിൽ കൂടെയാണ്. എനിക്ക് അച്ചടക്കം അല്ലെങ്കിൽ ചിട്ടയായൊരു പ്രവർത്തനമുണ്ടെങ്കിൽ അത് എന്നിൽ കൂടി എൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ആ വ്യക്തിത്വം വരുമ്പം ഞാനൊരു പൈതൃകം അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഒരു വഴി ഞാൻ നിരപ്പാക്കുകയാണ്. പിന്നെ ഈ സ്ഥിരത വരുമ്പോൾ എൻ്റെ ക്യാരക്ടർ ശരിയാകുന്നു, എനിക്ക് തന്നെ ഒരു ധൈര്യം വരുന്നു. അത് എനിക്ക് മൊമെൻറ്റം, അതായത് മുൻപോട്ട് നീങ്ങുന്നതിനുള്ള ഒരു വഴി വെട്ടിത്തിളയ്ക്കുകയാണ്. അത് ലോങ് ടേം സക്സസ് ആണ്. ഈ പെട്ടെന്നുള്ള സക്സസ് വന്നിട്ട് ഇല്ല മാമ്പൂ പോലെ കണ്ടു പിറ്റേ ദിവസം ഇല്ലാതായി, അങ്ങനെയല്ല. ഈ ഒരു പ്രവർത്തനത്തിൽ നിലനിൽക്കുന്നതായ ഒരു പ്രവർത്തനം ഞാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് വ്യക്തമായിട്ട് ഈ വചനത്തിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മളോട് കർത്താവ് ചിലപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. വചനമുണ്ട് താനും, കർത്താവ് വചനത്തിൽ കൂടെ സംസാരിക്കും. പ്രത്യേകം എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ തുടങ്ങിയ പ്രവൃത്തി നിർത്തത്തില്ല, അത് ഞാൻ പൂർത്തീകരിക്കും. 1. 2, കാട്ടിൻ്റെ നടുക്ക് വെച്ച് ഞാൻ ഇട്ടേച്ച് പോവുകയില്ല. പിന്നെ ഇരുട്ടത്തിൽ ഞാൻ നിന്നെ മറന്നു കളയുന്ന വ്യക്തിയല്ല. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി നമ്മുടെ ജീവിതത്തിന് ഉപയോഗിക്കത്തക്ക വിധത്തിൽ വചന അടിസ്ഥാനത്തിൽ തന്നെ അന്നന്ന് നമ്മളോട് ദൈവം നല്ല മനുഷ്യരെ പോലെ തന്നെ സംസാരിച്ചു തരികയാണ്. അങ്ങനത്തെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം ദൈവമായിട്ട് സ്ഥാപിച്ചു കഴിയുമ്പം ഈ തിളങ്ങേണ്ടത് ദൈവമല്ല, ഞാനാണ്. അതായത് വ്യക്തിത്വത്തിലുള്ള തിളക്കം കർത്താവിൻ്റെ വ്യക്തിത്വം ആണെങ്കിൽ അത് ശോഭിക്കാതിരിക്കാനൊക്കത്തില്ല. ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. അപ്പം പിന്നെ സ്പിരിച്വൽ ജലസി ഉണ്ടാകും. അതൊക്കെ പിന്നെ ഡീൽ ചെയ്യാം. ആദ്യമേ നമ്മളെ തന്നെ ഉറപ്പിക്കാം, ഞാൻ തന്നെ ക്രിസ്തുവിലാണ് ഉറച്ചു നിൽക്കുന്നതെന്നും എനിക്കൊരു ചിട്ടയുള്ള ജീവിതമുണ്ടെന്നും എൻ്റെ വ്യക്തിത്വം എന്താണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇന്നലെ വരെ അടിമയായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ ആ അടിമയുടെ ചിന്തയിൽ നിന്നും പുത്രത്വത്തിൻ്റെ ചിന്തയിലേക്ക് എന്നെ കൊണ്ടുവന്ന ദൈവം ഇനി ഞാൻ പുത്രനല്ല എന്ന് ഒരു കാലത്തും പറയൂല.
അത് വളരെ ഈ മാറ്റമില്ലാത്ത ഒരു സത്യം. അത് എങ്ങനെ പോയാലും മക്കൾ, ഇപ്പം എനിക്കിപ്പം 4 മക്കളുണ്ടെങ്കിൽ 3 പേർക്ക് കുഴപ്പമില്ല, ഒരാളങ്ങ് ദൂർത്തടിച്ച് നടക്കുകയെന്ന് വിചാരിക്കാം. എന്നുമ്പോൾ എൻ്റെ മകൻ അല്ലാതിരിക്കുമോ? മരണം വരെ മരിച്ചു കഴിയും ഒരമ്മയ്ക്ക് അവൻ മകൻ തന്നെയല്ലേ. അത് മകനെന്നുള്ള പദവി നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പം നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവാണ് നമ്മളിൽ ബലപ്പെടുന്നത്. അവിടെയാണ് ആ അന്തരാത്മാവിനാണ് ഭക്ഷണം ദിനംപ്രതി കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒന്ന് മാറ്റിവെച്ച് അതിന് പ്രാധാന്യം കൊടുക്കേണ്ടെന്നല്ല, അതിലുപരിയായിട്ട് എൻ്റെ അന്തരാത്മാവിനെ ബലപ്പെടുത്തുന്ന വചനം കൊണ്ട് നമ്മളെ തന്നെ നിറയ്ക്കുക. കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലൻസ് എവ്രി ടൈം. അതായത് കഴിവുണ്ടതുകൊണ്ട് നമ്മൾ ആളുകളായി വലിയ ആളായെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ സ്ഥിരതയുള്ള ഒരു ആത്മാവുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്താൽ അത് പൂർത്തിയാക്കുന്നിടം വരെ. ചിലരെ കണ്ടിട്ടില്ല, വ്യക്തികൾ, നമ്മളൊരു 10 പേരെ ഒന്നിച്ചു കൂടിയാൽ പോലും നമുക്കറിയാം ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലർക്ക് കഴിവുണ്ട്. എല്ലാ കാര്യം ചെയ്യാനല്ല, ചിലർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയാണ്. അതായത് അവർക്ക് കാര്യങ്ങളെല്ലാം ഒന്നിച്ചു കൂട്ടി അത് ദീർഘദൃഷ്ടിയോട് കണ്ടിട്ട് ഈ ഒരു വർഷത്തിനകം അത് ഞാൻ ചെയ്തിരിക്കും. അതൊരു പ്രത്യേക കഴിവാണ്. ബാക്കിയുള്ളവർക്ക് അത് കാണാൻ കഴിവില്ല. ആ കഴിവുള്ളവരെ മാനിക്കണം അതിനു വേണ്ടി. ചിലർക്ക് ഒന്നിച്ചു കൂട്ടിയിരുന്നിട്ട് അവരുടെ പ്രയാസങ്ങളിൽ അവരെ ബലപ്പെടുത്തുന്ന കഴിവായിരിക്കും. ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിരിക്കും. അവരവരുടെ കഴിവ് ഏത് താലന്തിലാണ് നീ നിൽക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നീ ഉറച്ചു നിൽക്കണമെങ്കിൽ എനിക്കൊരു നല്ല കഴിവുണ്ടെന്ന് ഞാൻ തന്നെ ആദ്യം മനസ്സിലാക്കണം. ആ സ്ഥിരമായ ക്യാരക്ടർ, എന്തിനാണ് നീ നല്ലത് എന്ത് മനസ്സിലാക്കിയാൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതുകൊണ്ട് ജീവിതം പണിതെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ജോസഫിൻ്റെ കാര്യത്തിൽ, ജോസഫ് ഈസ് ആക്ച്വലി ആൻ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് പ്രൈം മിനിസ്റ്ററായിട്ട് മാറിയ വ്യക്തിയാണ്. ഇത് ഇന്നലെ ഉണ്ടായ വ്യക്തിയല്ല, ഇത് ജനിച്ചപ്പോഴേ ദൈവം കണ്ടതാണ്. പക്ഷേ ഈ ജോസഫിനെ രൂപാന്തരപ്പെടുത്താൻ, സ്ഥിരതയുള്ള ഒരു ക്യാരക്ടർ കൊണ്ടുവരുവാൻ വേണ്ടി എന്തെല്ലാം പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോയെന്ന് നോക്കി. അത് സ്വപ്നം എന്ന് പറയുന്നത്, സ്വപ്നം കാണുന്ന ഒരു സ്വഭാവമാണ്. അത് ദൈവത്തിൻ്റെ ഒരു വൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കർത്താവിൻ്റെ ഒരു തരത്തിലുള്ള നമ്മളോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക. അപ്പോൾ ഈ ഒരു സ്വപ്നം കിട്ടിയത് ആത്മാവ് താനും നല്ല വ്യക്തമായിട്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്ന പ്രശ്നങ്ങളിലല്ല. അതുകൊണ്ട് എവിടെ ചെന്നാലും അസ്ഥിരതയുള്ള ഒരു ആത്മാവ് ജോസഫിൻ്റെത് മാറിയിട്ടില്ല. സ്ഥിരതയുള്ള ആത്മാവ് എത്ര പേർക്കുണ്ട്? ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ദേഷ്യം ഒരു ആളുകൾ അടിക്കുകയും അല്ലെങ്കിൽ കൊല്ലുകയൊക്കെ ചെയ്യുന്ന കാലത്ത് സ്ഥിരതയുള്ള ഞാൻ ആരെന്ന് എനിക്ക് ബോധമുണ്ട്. നമ്മൾ ആ താണ ലെവലിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നിൽക്കുന്നിടത്ത് എനിക്ക് എൻ്റെ കാര്യം നടത്തി തരാൻ ദൈവമുണ്ട്. സി ദ കമ്മ്യൂണിക്കേഷൻ, സ്ഥിരത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്ക് മേളിലോട്ടാണ്. ആ മേളിലോട്ടുള്ള കണക്ഷൻ കറക്റ്റ് ആക്കുന്നിടം വരെ നമ്മളൊന്നും ചെയ്യരുത്, അവിടെ ഉറപ്പിച്ച് നിൽക്കുക. നമ്മൾ കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലൻറ്റ്. കഴിവിനെക്കാട്ടിലും അത്യാവശ്യമാണ്. ഡെയിലി ഹാബിറ്റ് ഷേപ്സ് യുവർ ഫ്യൂച്ചർ. സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ഓൾവേസ് വിൻസ്. അപ്പം നമുക്ക് വളരെ സാവകാശത്തിൽ ഞാൻ ചെയ്യുന്നതിൽ എല്ലാവരും മുൻപോട്ട് ഓടിപ്പോകുന്നു, എന്നെക്കാട്ടി മുമ്പിൽ കയറി, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളെ ഏൽപ്പിച്ച ജോലി ദിനം പ്രതി ഇന്നലെ ചെയ്തത് തന്നെയായിരിക്കും ഇന്നും ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ 7 മണിക്ക് വന്ന വചനം നാളെ 7 മണിക്ക് ഇതേപോലെ വചനം വരും. ബിക്കോസ് ദാറ്റ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു സ്ഥിരതയാണ് ഒരു വ്യക്തിയിൽ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നത്. താലന്തുകളുണ്ട്, നമ്മളെക്കാട്ടി താലന്തുള്ള എത്രയോ പേര് കാണും. പക്ഷേ ദ അവൈലബിലിറ്റി ടു ഡു ദ വർക്ക് ടു ബ്രിങ് ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇതൊക്കെ ഈ ഫണ്ടമെൻ്റലായിട്ടുള്ള ബേസിക്, അതായത് കോർണർ സ്റ്റോൺ കറക്റ്റ് ആണെങ്കിൽ പിന്നെ പണിയുന്നത് യേശുവാണ്. അതിലേക്ക് നമ്മൾ സമർപ്പിച്ചാൽ മതി. ഒരു കണക്കിന് നോക്കിയ ജീവിതം ക്രിസ്തുവിനോടുകൂടെ ഒട്ടിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. അത്ര വലിയ പാടൊന്നുമില്ല. കാരണം കൈക്ക് പിടിച്ച് നടത്താൻ ഒരാളുണ്ട്. പക്ഷെ കൈക്ക് പിടിക്കാൻ ആളുണ്ടെന്നുള്ളത് പലതും നമ്മൾ മറന്നു പോകുന്നു. ഏതൊരു സാഹചര്യത്തിലും അവൻ നമ്മുടെ കൂടെ വന്ന് പ്രവർത്തിക്കും. സംശയമില്ലാത്ത സത്യമാണ്. അവൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. യെശയ്യാ 26:3 പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. എന്താണ്? സ്ഥിരതയാണ്. ഈ സ്ഥിരം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതിനാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ നടത്തും. പൂർണ്ണ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ ചർച്ച് ഫങ്ഷനിലും ഈ ഞായറാഴ്ച നിൽക്കും എത്ര പ്രാവശ്യം കുറഞ്ഞതൊരു 7 വട്ടമെങ്കിലും ഒരു സമാധാനം എന്ന് പറഞ്ഞേക്കാം ഒരു ശുശ്രൂഷയിൽ.
എത്ര പേര് സമാധാനം വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്? ഈ സമാധാനം ഈ പറയുമ്പം ഈ സമാധാനം എൻ്റെ മേൽ, അതായത് എന്നോടാണ് ഇത് സംസാരിക്കുന്നത്. ഇമ്പാർട്ടിങ് ദാറ്റ് പീസ് ഓഫ് ദ ലിവിങ് ഗോഡ്. വചനം കൊണ്ട്, വചനം പറയുമ്പം സംഭവിക്കുമെങ്കിൽ അത് അവിടെ നിന്ന് പറയുമ്പം നമ്മുടെ മേൽ വീഴുന്നു എന്ന് നമ്മൾ കാണുന്നില്ലെങ്കിൽ പ്രയോജനമില്ല. അവിടെയാണ് നമ്മുടെ ബുദ്ധി മന്ദിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക, കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരതയോടെ പ്രവർത്തിക്കുക. അപ്പം നമ്മൾ ഇറ്റ് ഈസ് അബൌട്ട് ബിക്കമിങ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ സക്സസ് ഫോളോസ്. അതായത് ഞാൻ സ്ഥിരതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ, സങ്കീർത്തനം 23 ഏകദേശം 6-ാം വാക്യം പറയുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്താണ്? ഞാൻ അങ്ങോട്ട് ഓടി പോകണ്ട, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. അങ്ങനെ എത്ര പേർക്ക് പറയാൻ സാധിക്കും? മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പ്രശംസ കിട്ടണം. ഈ പെർസോണ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് എനിക്ക് ഈ അടുത്തിടെ ആത്മീയ കോളത്തിലാണ്, ഈ ദൈവത്തെ അറിയുന്ന മക്കളോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എപ്പോഴും അതിനെ പെർസോണ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ വലിയ ആളാകണം, എനിക്ക് പ്രശംസ വേണം, ഞാൻ അറിയാതെ അങ്ങനെയുള്ളവർ മറ്റുള്ളവർ എങ്ങ് പ്രശംസിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ കാര്യം നേടുന്നിടം വരെ, അല്ല അവർ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ ഒരു പ്രാവശ്യം പ്രശംസിക്കും, ഒരു 5-8 പ്രാവശ്യം പ്രശംസിക്കുമ്പോൾ സൂക്ഷിക്കണം അവരെന്താ അങ്ങനെ പറയുന്നത്. ബിക്കോസ് their spirit is not correct. പെർസോണ ഗ്ലോറിഫിക്കേഷൻ ഒരു വ്യക്തി അങ്ങോട്ട് ദൈവമാക്കി വെക്കരുത്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് തന്നെ കൊടുക്കും. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ തന്നെയാണ് ശോധന ചെയ്യുന്നത്. പുട്ടിങ് മൈ ഡിപ്പെൻഡൻസ് ഓൺ ഹ്യൂമൻ ബീങ്സ്, അതായത് മനുഷ്യരിലാണ് എൻ്റെ ആശ്രയം കൊണ്ടുപോകും. ചിലർ രഥങ്ങളിൽ, ചിലർ കുതിരകളിലും ആശ്രയിക്കും. ഞങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ കീർത്തനം ചെയ്യും. അപ്പം രഥങ്ങളിലും കുതിരകളിലും മനുഷ്യനിലും ആശ്രയിക്കുന്നവന് നിലനിൽക്കുന്നതായ വിജയമുണ്ടാകത്തില്ല. കാറ്റും കോളും വരുമ്പം ഭവനം ഇടിഞ്ഞു പോകും. അങ്ങനെ ഭവിക്കാതിരിക്കട്ടെ. നമുക്ക് ഉറച്ച പാറയിൽ നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ദിനം പ്രതി ഞങ്ങളുടെ വ്യക്തിത്വത്തെ ശുദ്ധീകരിച്ച് വിജയത്തിൻ്റെ കൊടി ഉയർത്തുമ്പോൾ നീ എന്നേ വിജയക്കൊടി ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ തീർത്ത് കഴിഞ്ഞ ഒരു ജോലിയാണ് അപ്പച്ചൻ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അറ്റ് ദ ക്രോസ് പറഞ്ഞു കഴിഞ്ഞതാണ്. കുരിശിന്മേൽ കിടന്നപ്പം പറഞ്ഞു. ആ ഒരു പറഞ്ഞതൊന്ന് ഹൃദയം കൊണ്ടൊന്ന് സ്വീകരിച്ച് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള ഒരു വ്യക്തിത്വം ഞങ്ങൾക്ക് തരണം. നിൻ്റെ മുഖത്തേക്ക് മാത്രം ഞങ്ങൾക്ക് നോക്കാനുള്ളൊരു കൃപയിട്ട് തരണം. ഈ വ്യക്തിപൂജ എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഒരു കാര്യം കാണാൻ വേണ്ടി ഒരു വ്യക്തിയെ പല പ്രാവശ്യം പ്രശംസിച്ച് അവരെ പ്രശംസിച്ച് ഇല്ലാതാക്കി അവരെ കൂടെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കുന്നു. അവരൊരു ദൈവമാക്കി അങ്ങ് മാറിക്കഴിയുമ്പം പിന്നെ നമുക്കത് പ്രയാസമായി. പിന്നെ നിയമങ്ങളും നിബന്ധനകളും കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മക്കളെന്ന പദവിയിൽ കയറുന്നിടത്ത് അകത്തോട്ട് കയറിച്ചല്ല. അങ്ങനെ ദൈവം ക്രിസ്തുവിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിനാൽ ആ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്ന ജീവനുള്ള വ്യക്തിയായിട്ട്, ഞാൻ പുത്രത്വത്തിൻ്റെ അവകാശമുള്ള വ്യക്തിയായിട്ട്, ഒരിക്കലും മാറ്റമില്ലാത്ത പുത്രത്വത്തിൻ്റെ അവകാശം എനിക്ക് നീ തന്നതിനാൽ അതിലുറച്ചു നിന്ന് മുൻപോട്ട് പോകാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടപ്പച്ച. അതിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി. നിൻ്റെ തേജസ് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. എത്രമാത്രം നിൻ്റെ അടുക്കൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹം പോലും ഇട്ട് തരുന്ന അവിടുന്ന് തുടങ്ങിയ ജോലി പൂർത്തീകരിക്കാൻ വിശ്വസ്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. അത് നിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സകലതും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ തലമുറകളുടെ മേൽ നിൻ്റെ ശാശ്വത ഭുജം കൊണ്ട് തൊട്ട് കഴിഞ്ഞിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.